അപ്പോൾ ആട് 3യുടെ ലേറ്റസ്റ്റ് കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ആദ്യമേ പറയട്ടെ, ആട് 3 എന്നുള്ളത് പണ്ടവർ അനൗൺസ് ചെയ്ത് 3Dയിൽ റിലീസ് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ അവർ പറഞ്ഞു 3Dയിലല്ല. പിന്നെ രണ്ടാമത് എല്ലാവരും റൂമർ അടിച്ചുകൊണ്ടിരുന്നത് സോംബി മൂവി ആവുമെന്നാണ്. ഡയറക്ടർ മിഥുൻ മാനുവൽ തോമസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് സോംബി മൂവി അല്ല, ഇതൊരു എപ്പിക് ഫാന്റസി മൂവി ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പുള്ളി തന്നെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു രാജാക്കന്മാരും കുതിരയും. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് കുറച്ച് ഹിസ്റ്റോറിക്കൽ സിനിമയാവാൻ ഒരു ചാൻസ് ഉണ്ട്. അതായത് ഈ നീലക്കൊടുവേലിയും ഷാജി പാപ്പന്റെ ആൻസസ്റ്റേഴ്സും ഇവരുടെ എല്ലാവരുടെയും കഥയായിരിക്കും കുറച്ച് സമയം കാണിക്കുന്നതെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മുടെ മേരി എന്നൊരു ക്യാരക്ടർ ചെയ്തില്ലേ, പുള്ളിക്കാരിയും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതുവരെ കാണാത്തൊരു വേഷത്തിലായിരിക്കും. അതായത് പുള്ളിക്കാരിയുടെ ആൻസസ്റ്റേഴ്സ് കാണിക്കുമായിരിക്കും. പിന്നെ പറഞ്ഞത് ഏറ്റവും ഹൈ ബഡ്ജറ്റ് ഫിലിം ആയിരിക്കും, മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയ ഹൈ ബഡ്ജറ്റ് ഫിലിംസിൽ ഒന്നായിരിക്കുമെന്നാണ് പ്രൊഡ്യൂസർ പറയുന്നത്. അതുപോലെ ഡയറക്ടർ പറയുന്നുണ്ട് ആടിന്റെ എസൻസ് ഒന്നും കളയാതെ തന്നെ അതുപോലെ നിർത്തിക്കൊണ്ടൊരു എപ്പിക് ഫാന്റസി ആയിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു ഹിസ്റ്റോറിക്കൽ ടൈമിലുള്ള കോമഡി സാധനങ്ങൾ ചിലപ്പോൾ വർക്കൗട്ട് ആവുമായിരിക്കും. ഇതുപോലെ ഈ ഒരു വാനിന് പകരം അന്ന് ചിലപ്പോൾ രഥം, അന്നത്തെ ആട്, അന്ന് വേറെ നീലക്കൊടുവേലി, ചിലപ്പോൾ നീലക്കൊടുവേലി ഒറിജിനൽ ആയിരിക്കും ചിലപ്പോൾ കാണിക്കുന്നത്. എന്റെ സംശയം വിനായകൻ എങ്ങനെ വരുമെന്നാണ് കേട്ടോ. വിനായകൻ ചിലപ്പോൾ അന്നത്തെ രാജാവിന്റെ കോമഡി ശത്രു ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് കുതിരകളെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ വാറ് കാണും, കുറെ കുതിരകളും ഒരു അവഞ്ചേഴ്സ് ഫൈറ്റ് പോലത്തെ ഒരു ഫൈറ്റ് ഒക്കെ കാണും. എന്തായാലും കാത്തിരിക്കാം. നിങ്ങൾക്ക് എന്തൊക്കെ തോന്നി എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുന്നതോറും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ.